वीणावादिनी महातपस्विनी वो है शिव की शक्ति। ഓം ശാന്തി. ആശീർവാദം. സമസ്ത ലോകവും ആരെയാണോ കാമധേനു, ആദ്യ, ആദിശക്തി, സരസ്വതി എന്നും എണ്ണമറ്റ നാമങ്ങളാൽ വിളിക്കുന്നത്, ഒരൊറ്റ ദർശനത്തിനു വേണ്ടി വർഷങ്ങളോളം ജപം, തപം, ഭക്തി, ആരാധനകൾ ചെയ്യുന്നത് എത്രമാത്രം ആശ്ചര്യകരവും ആനന്ദം ഉളവാക്കുന്നതുമായ കാര്യങ്ങൾ ചെയ്യുന്നത് ആ സരസ്വതി മാതാവ് സാക്ഷാൽ രൂപത്തിൽ ഈ ഭൂമിയിൽ നടക്കുകയും തൻ്റെ കമലഹസ്തങ്ങളാൽ ആയിരക്കണക്കിന് മക്കളെ തലോടി ആശ്വസിപ്പിക്കുകയും തൻ്റെ ദൃഷ്ടി മുഖേന സ്നേഹവും യോഗത്തിൻ്റെ അനുഭൂതികളും നൽകി ജ്ഞാനയുക്ത മധുര ഭാഷണത്തിലൂടെ ആത്മാക്കളെ സമ്പന്നമാക്കുകയും കുട്ടികളെ പരിപാലിപ്പിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്ത് സർവശക്തികളാലും സുസജ്ജമാക്കി ആധ്യാത്മിക കർമ്മക്ഷേത്രത്തിൽ സഫലത കൈവരിക്കാൻ പഠിപ്പിച്ചു. ആ ഹംസാരൂഢ വിദ്യാദായിനിയുടെ സത്യമായ എന്നാൽ വിചിത്രമായ ജീവിത കഥ ഈ പുസ്തകത്തിലൂടെ സമാഹരണം ചെയ്തിരിക്കുന്നു. ഈ അനുഭവങ്ങൾ സാകാരത്തിൽ മമ്മയുടെ മടിയിൽ വളർന്ന ദത്തുപുത്രി പുത്രന്മാരുടേതാണ്. സൃഷ്ടി നാടകശാലയിലെ സർവോത്തമ അഭിനേതാവായ പരമാത്മാ ശിവനും പ്രജാപിതാ ബ്രഹ്മാവും കഴിഞ്ഞാൽ ജഗദംബ സരസ്വതിയുടെ പാർട്ട് ഏറ്റവും മഹത്വം ഏറിയതാണ്. വേദശാസ്ത്രങ്ങളിൽ സരസ്വതിയെ ശിവ സഹോദര എന്ന് വിശേഷിപ്പിക്കുന്നു. വിദ്യ, ജ്ഞാനം, തപം, സത്യം, സേവ, ത്യാഗം എന്നീ ഗുണങ്ങൾ മമ്മയുടെ ജീവിതത്തിൻ്റെ ഓരോ ഭാവങ്ങളിലൂടെ ഒഴുകിയെത്തിയാണ് ലോകം അനുഭവിച്ചത്. മമ്മ തന്നെയാണ് ആദ്യ വനിതയും ആദിദേവിയും. ഭക്തിമാർഗത്തിൽ മമ്മയെ പുസ്തകധാരിണിയായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. എന്തെന്നാൽ മമ്മ തന്നെയാണ് സർവരുടെയും ഭാഗ്യത്തിൻ്റെ രേഖ വരപ്പിക്കുന്ന ഭാഗ്യവിധാത്രി, സർവ ആധ്യാത്മിക ശക്തികളുടെ അധികാരി. വികാരങ്ങളും ഭോഗ ആസക്തിയും കൊണ്ട് ജ്വലിക്കുന്ന, മാറ്റണമെന്നാഗ്രഹിച്ചിട്ടും അതിന് ശക്തിയില്ലാത്ത അനേകം പേർ മമ്മയുടെ ദൃഷ്ടിയിൽ വന്ന ഉടനെ ആകർഷണീയമായ രീതിയിൽ പരിവർത്തനമാവുകയും അവരുടെ ആത്മാവിൽ ഈ ശബ്ദം പുറപ്പെടുമായിരുന്നു: പവിത്രതയുടെ എന്തൊരു ശീതളത! നിർവികാരി ജീവിതത്തിൻ്റെ ആനന്ദം! ശുദ്ധ സങ്കല്പങ്ങളുടെ ഉത്കൃഷ്ട സ്ഥിതി! ഞങ്ങൾ ധന്യരായി. അല്ലയോ മാതാവേ, ഞങ്ങൾക്ക് ശരണം നൽകൂ. ഞങ്ങളുടെ ജീവിതം മുഴുക്കെ ധന്യമാക്കൂ. മമ്മ ജ്ഞാനം, യോഗം, ധാരണ, പവിത്രത ഇവയുടെ സാക്ഷാൽ ദേവിയായിരുന്നു. വിപരീത പരിതസ്ഥിതികളിൽ സദാ നിർഭയയും പർവ്വത സമാനം അജഞ്ചലയും ആയിരുന്നു. മമ്മയുടെ നിർഭയ അവസ്ഥയുടെ സ്മാരകം തന്നെയാണ് മമ്മയെ സിംഹവാഹിനിയായി കാണിച്ചിരിക്കുന്നത്. യജ്ഞക്കോട്ടയുടെ സംരക്ഷണം ചെയ്യുന്ന മമ്മ തന്നെയാണ് ദുർഗാ മാതാവും. മമ്മ സ്മൃതി സ്വരൂപയും പ്രിയപ്പെട്ട ബാബയുടെ ഒരു മഹാവാക്യത്തിൻ്റെ അനേക രഹസ്യങ്ങൾ തുറന്നു കാണിക്കുന്ന രഹസ്യയുക്തവുമായിരുന്നു. വേഴാമ്പലിനെ പോലെ ജ്ഞാനസാഗരന്റെ ഓരോരോ ജ്ഞാനത്തുള്ളികളുടെയും പ്രിയങ്കരിയായിരുന്നു. ഈശ്വരീയ
ജ്ഞാന ക്ലാസ്സുകളിൽ കുട്ടികളുടെ മുഖം ദർശിക്കുമ്പോഴും മമ്മയുടെ ദൃഷ്ടി ഈ ലോകത്തിലെ എല്ലാ ദൃശ്യങ്ങളിൽ നിന്നും ഉപരാമമായിരുന്നു. നടക്കുമ്പോഴും കറങ്ങുമ്പോഴും മാലാഖയെപ്പോലെ മമ്മയിൽ നിന്നും പ്രകാശരശ്മികൾ ഒഴുകിയിരുന്നു. മനസ്സ് സദാ ആകാശവാസിയായ ശിവബാബയുടെ മാത്രം മധുര സ്മൃതിയിൽ അലിഞ്ഞു ചേർന്നിരുന്നു. മാന്ത്രിക വടി പോലെയുള്ള മമ്മയുടെ കരുണാദൃഷ്ടി ആരിൽ പതിക്കുന്നുവോ അവരുടെ ജന്മജന്മാന്തരങ്ങളിലെ ദുഃഖങ്ങളും ക്ഷീണവും അജ്ഞാനവും അകന്നു പോകുമായിരുന്നു. പ്രേമത്തിൻ്റെയും മമതയുടെയും മൂർത്തിയായി മമ്മ സദാ മോഹങ്ങളിൽ നിന്നും വേറിട്ടവയുമായി ഇരുന്നു. മമ്മ നടക്കുമ്പോൾ ഇങ്ങനെ തോന്നിയിരുന്നു. പ്രകൃതിയുടെ ഓരോ കണങ്ങളും മമ്മയുടെ പാദസ്പർശമേൽക്കാൻ വെമ്പൽ കൊണ്ടിരുന്നു. രത്നാകരന്റെ സർവഗുണരത്നങ്ങളാലും അലങ്കരിക്കപ്പെട്ട മമ്മ പ്രഥമ നാരീ രത്നമായിരുന്നു. ത്രൈലോക്യ ജ്ഞാനിയായ പ്രഭുവിന്റെ വന്ദേ മാതരത്തിലെ വരികൾ മമ്മയെ പ്രശംസിക്കുന്നതായിരുന്നു. മമ്മ തന്നെയായിരുന്നു ആദിയോഗിനിയും ആദി തപസ്സിനിയും അവിനാശി ഭാരത ഖണ്ഡത്തിന്റെ അടയാളവും ദിവ്യഗുണങ്ങളുടെ ഖനിയും. വിശ്വസ്നേഹത്തിൻ്റെയും പാലനയുടെയും മമതയുടെയും സംരക്ഷണത്തിൻ്റെ തണലായിരുന്നു. ജീവിത സാഗരത്തിൻ്റെ അക്കരെ ദിവ്യ നൗകയായിരുന്നു. ഓരോരോ ജ്ഞാനപുത്രി പുത്രന്മാരുടെയും പരമോന്നത ലക്ഷ്യവുമായിരുന്നു മമ്മ. മമ്മയെ ആര് നോക്കുമ്പോഴും എല്ലാം ദർശിക്കാൻ കഴിഞ്ഞിരുന്നു. മമ്മയെ മാതാവായി കാണുന്നവർക്ക് എല്ലാം പ്രാപ്തമാക്കാൻ കഴിഞ്ഞിരുന്നു. കാട്ടുമരങ്ങളിൽ ചന്ദനത്തിനു സമാനം സുഗന്ധം നിറയുന്ന യോഗാഗ്നി ജ്വലിപ്പിച്ച് സംസ്കാരങ്ങളെ ഉജ്ജ്വലമാക്കുന്ന ജ്ഞാന താരാട്ട് കേൾപ്പിച്ച് ദിവ്യപോഷണം കൊടുക്കുന്ന മമ്മ പ്രഥമ ശീതള മാതാവും ജ്വാലാമാതാവും അന്നപൂർണ മാതാവും സന്തോഷി മാതാവും ആയിരുന്നു. മമ്മയുടെ യോഗപ്രകാശം ദേഹാഭിമാനത്തിൻ്റെ അന്ധകാരത്തെ അകറ്റുമായിരുന്നു. മമ്മയെ കാണുമ്പോഴേ ആധ്യാത്മിക ചേതന ഉള്ളിൽ ഉണരുമായിരുന്നു. എത്ര മഹിമ പാടിയാലും എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. പരമാത്മാവിൻ്റെ മഹിമ ഇങ്ങനെ പാടാറുണ്ട്. സമുദ്രജലം മുഴുവൻ മഷിയാക്കിയാലും കാട്ടിലെ മരങ്ങൾ മുഴുവൻ പേനയാക്കിയാലും ഭൂമി മുഴുക്കെ കടലാസാക്കിയാലും പരമാത്മാവിൻ്റെ മഹിമകൾ എഴുതിയാൽ തീരുകയില്ല. അതേപോലെ പരമാത്മാവിൻ്റെ പ്രഥമ രചനയായ സരസ്വതി മാതാവിൻ്റെ മഹിമ പാടുന്നതിൽ ഭക്തിമാർഗത്തിലെ കവികളുടെ പേനകൾ അശക്തവും ജ്ഞാനമാർഗത്തിൽ സമ്മുഖത്ത് ദർശിക്കാൻ സൗഭാഗ്യം ലഭിച്ച കുട്ടികളുടെ വാചാശക്തി അസമർത്ഥവും തന്നെയാണ്. അങ്ങനെയുള്ള മാതാവിൻ്റെ ദിവ്യ ഗുണങ്ങളാൽ കോർക്കപ്പെട്ട സത്യമായ അനുഭവ പുഷ്പങ്ങളെ ഉല്ലേഖനം ചെയ്ത് നമുക്കെല്ലാവർക്കും അതിൻ്റെ സുഗന്ധം അനുഭവിക്കാനും ഭംഗി ആസ്വദിക്കുവാനും അതിൻ്റെ പരമാനന്ദം അനുഭവിക്കുവാനും സൗഭാഗ്യം പ്രാപ്തമാക്കി തന്ന എല്ലാ സഹോദരീ സഹോദരന്മാരും നന്ദി അർഹിക്കുന്നു. സരസ്വതി മാതാവിൻ്റെ സാഗരത്തിലെ വെളിച്ചം പ്രദാനം ചെയ്യുവാൻ അനുഭവ സാഗരത്തിലെ ഈ മുത്തുകൾ യോഗ്യമായിരിക്കും എന്ന് പ്രത്യാശിക്കുന്നു. വിനയപൂർവമുള്ള അപേക്ഷയോടൊപ്പം
എനിക്ക് ദൃഢവിശ്വാസമുണ്ട്. ഈ പുസ്തകം വായിക്കുന്ന സഹോദരീ സഹോദരന്മാർ മമ്മയ്ക്ക് സമാനം ആത്മനിഷ്ഠവും ഏകനിഷ്ഠവുമായി മാറുവാൻ ദൃഢതയോടെ ചുവടുകൾ വയ്ക്കുന്നതിൽ പുരോഗതി തീർച്ചയായും കൈവരിക്കും. പുസ്തകരചനയ്ക്ക് എടുത്ത പ്രയത്നം പൂർണ്ണമായും സഫലമാകും.